പുറത്ത് നല്ല മഴ. അപ്പോൾ നമുക്ക് നല്ല ഓനിയൻ ക്യാബേജ് പക്കോട ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: ഉള്ളി, മുട്ടക്കോസ്, കരിയാപ്പില ചപ്പ്, കൊത്തമ്പരി ചപ്പ്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഓനിയൻ ക്യാബേജ് പക്കോട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. എല്ലാ സാധനവും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിനെ ഫുള്ള് മിക്സ് ആക്കിയിട്ട് ഒരു സ്പൂൺ കൊണ്ടോ ഒരു കൈ കൊണ്ടോ നല്ലോണം അതിനെ കുഴച്ചെടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, സ്പൈസി എത്ര വേണ്ട അത്ര ഇട്ടാൽ മതി. ഞങ്ങൾക്കിവിടെ സ്പൈസ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കുറവ് മുളക് പൊടിയാണ് ഇടുന്നത്. ഇപ്പോൾ ഇതെല്ലാം നല്ല കുഴച്ചിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണയും കൂടി ഇടുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എണ്ണയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫുള്ളും കുഴച്ച് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഞങ്ങൾക്കിതിനെ മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ആക്കാൻ വെച്ചാൽ ഇതിൻ്റെ ഉപ്പും എരിവെല്ലാം ഇതിലേക്ക് നല്ല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതിൽ വേണ്ടത് ഒരു കപ്പ്. ഇപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുത്തിന്. ഇനി ഒരു കപ്പ് കടലപ്പൊടിന് ഇതിനൊന്ന് ഫുള്ള് മിക്സ് കറക്റ്റാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ഇത് കറക്റ്റ് മിക്സ് ആക്കിയിട്ടിന്. ഇപ്പോൾ ഞാനൊരു എണ്ണ ചട്ടി വെച്ചിന്. ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിന്. ഇരുമ്പിൻ്റെ ചട്ടിയിൽ എണ്ണ എപ്പോൾ യൂസ് ആക്കുമ്പോൾ എണ്ണ നല്ല കുടിക്കൂല. അപ്പോൾ ഞങ്ങൾക്കിത് ഓരോ സ്പൂണായിട്ട് ഇതിൻ്റെ ബാറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓനിയൻ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല മഴയിൽ ഒരു ഗ്ലാസ് കാൽ ചായയിൽ ഈ ഓനിയൻ ക്യാബേജ് പക്കോട ടൊമാറ്റോ സോസിൻ്റെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.